ഒറ്റപ്പെടൽ, അവഗണന ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ഈ 13 വയസ്സുകാരി. ഈ കുട്ടിയെ ശ്രദ്ധിക്കാനും ഈ കുട്ടിയെ നേർവഴിക്ക് നടത്താനും ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് കാണാനും അതിനെ തിരുത്താനൊന്നും ആരും തയ്യാറായിട്ടില്ല. ഈ ഒരു കൊലപാതകം ആ വീഡിയോ കോളിലൂടെ കാണുക എന്ന് പറയുമ്പോൾ ആ ഒരു മനോവൈകൃതം, 13 വയസ്സുകാരിയുടെ മനോവൈകൃതം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഡിജിറ്റൽ ലോകത്തുള്ള ആളുകളോട് കൂടുതൽ ഇഷ്ടവും പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമാണ്. കൂടെ താമസിക്കുന്ന ആളുകളെ കാണും. വളരെ പ്രലോഭനമുണ്ടാക്കുന്ന ഒരു പ്രായമാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. ആരെന്ത് ചെയ്യരുതോ എന്ന് പറയുന്നോ അത് നമ്മൾ ചെയ്യും. ഈ ജെൻഡർ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെയാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരിയെ പോലെ തന്നെ അപകടകരമാണ് ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം വേണ്ടത് അനിവാര്യമാണ്. പ്രായത്തിൽ അറിയേണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ള ആ ഒരു ഫോണിൽ ഒറ്റ ടച്ചിലൂടെ കിട്ടും. പ്രതിവർഷം 11% വർധനവ് ഈ ക്രൈമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ 77% പേരും ഈ 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ഇതിൽ കൂടുതൽ പേരും. നമസ്കാരം. കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ കൊടും ക്രൂരകൃത്യം വളരെ പ്ലാനോടുകൂടി നടപ്പാക്കുക, അതും സ്വന്തം അപ്പൂപ്പനെ ക്രൂരമായി കൊല്ലാനാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. അതും വെറും 13 വയസ്സുള്ള പെൺകുട്ടി. കൊലപാതക കാരണം പണം മാത്രം. കൊലപാതകം നടപ്പിലാക്കിയതോ 18 വയസ്സിന് താഴെയുള്ള 3 പേർ. ഇന്നത്തെ കൗമാരക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്? കരുവാറ്റയിലെ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. മായ, വളരെ മാസ്റ്റർ പ്ലാനോട് കൂടി ഒരു കൊലപാതകം നടത്തുക, അതും നമ്മൾ ഈ വാർത്തകളിലൊക്കെയും കണ്ടിട്ടുള്ളത് വലിയ കൊലപാതകികൾ നടത്തുന്നത് പോലെ, അതും 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയത്. അതും പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ടായിരുന്നു. പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം, എങ്ങനെ ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യണം എന്നതുൾപ്പെടെ. ഈ ഒരു കൊലപാതകത്തിൽ പങ്കെടുത്തതാകട്ടെ 18 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരുമാണ്. നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ തലമുറയുടെ ഒരു പോക്ക് എങ്ങോട്ടാണ്? വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ കൗമാരക്കാർ അല്ലാത്ത കേസിലൊക്കെ പ്രതികളാവുന്ന നിരവധി സംഭവങ്ങളൊക്കെ ഇതിനു മുൻപും തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ക്രൂരമായൊരു കൊലപാതകം, അതിൽ ഈ ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ 18 വയസ്സിന് താഴെ ഉള്ളവരാണ് പ്രതികളായിട്ടുള്ളതെല്ലാം. ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് 13 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ നമ്മളുടെ സമൂഹം തന്നെ ഇതിനോടുകൂടി ഒരു ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഒരു കൂടുതലായിട്ടും ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റും തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാം അണുകുടുംബങ്ങളാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പലയിടത്തും കാണും കുട്ടികൾക്ക് മൊബൈൽ ഫോണും ഒക്കെ നൽകി ഈ വ്യക്തിബന്ധങ്ങളുടെ ഒരു മൂല്യം, ആ ഒരു അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ വളരെ കുറവായിരിക്കും ഇവരിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ കേസ് സംസാരിക്കുന്ന ആ സമയത്ത് ആ കുട്ടിയുടെ ഒരു സാമൂഹിക പശ്ചാത്തലം, ആ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ, അവഗണന ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് ഈ 13 വയസ്സുകാരി. അമ്മ 2ാം വിവാഹം കഴിച്ച് മാറി താമസിക്കുന്നു. ഈ കുട്ടിയുടെ ബാല്യം എന്ന് പറയുന്നത് തന്നെ ഈ പല ബന്ധുവീടുകളിലായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഷെൽട്ടർ ഹോമിൽ ഈ കുട്ടി താമസിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ നമ്മളിപ്പോൾ ഈ പല റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് പ്രകാരം ഇതിനു മുൻപ് തന്നെ ഈ കുട്ടി പല ബന്ധുവീടുകളിലാക്കി ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പുറത്ത് പോയിട്ട് ഇങ്ങനെ മാറി താമസിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ഈ ബന്ധുക്കളിൽ നിന്നുൾപ്പെടെ ഈ കുട്ടിക്ക് ഈ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കുട്ടി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ കുട്ടിയെ ശ്രദ്ധിക്കാനും ഈ കുട്ടിയെ നേർവഴിക്ക് നടത്താനും ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്ന് കാണാനും അതിനെ തിരുത്താനൊന്നും ആരും തയ്യാറായിട്ടില്ല. കുട്ടിയെ അത്രയും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ അമിത ഉപയോഗവും കൂടിയാണ്. പണത്തിന് വേണ്ടി, അതും ഫോൺ വാങ്ങാൻ, കാമുകൻ്റെ ബൈക്ക് വാങ്ങാൻ, അതിന് പണം വേണം. 13 വയസ്സുകാരിക്ക് പണം വേണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തന്നെ നോക്കിയ ആ ഒരു അപ്പൂപ്പനെ കൊലപ്പെടുത്തുക, പണം കൈക്കലാക്കുക. അതും വീഡിയോ കോളിലൂടെ ഈ കാമുകനും ആ സുഹൃത്തുക്കൾക്കും വഴി കാണിച്ചു കൊടുത്ത് ഈ ഒരു കൊലപാതകം ആ വീഡിയോ കോളിലൂടെ കാണുക എന്ന് പറയുമ്പോൾ ആ ഒരു മനോവൈകൃതം, 13 വയസ്സുകാരിയുടെ മനോവൈകൃതം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മായ. കാരണം നമ്മുടെ കുട്ടികൾ 13 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ അമ്മമാർ അച്ഛന്മാർ വിചാരിക്കും ആ കുട്ടികൾക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ഒരു ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? കുട്ടികൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുന്നു. ആ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഈ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് റീലിൽ എന്ത് കണ്ടൻ്റാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് പാരൻസ് ആരും നോക്കാറില്ല. പക്ഷേ
കുട്ടികൾ ഇതെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പ്രായത്തിൽ അറിയേണ്ടതിനേക്കാൾ വിവരം അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഒരു ഫോണിലൂടെ കുട്ടികൾ മനസ്സിലാക്കുന്നത്. ഈ 13 വയസ്സുകാരിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഫോണിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഫോണിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കൂടാതെ ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു 13 വയസ്സുകാരിയുടെ തലയിൽ ഉദിച്ചൊരു കുബുദ്ധി, പണത്തിന് വേണ്ടി അപ്പൂപ്പനെ കൊല്ലുക എന്നുള്ളത്, അതാണ് ഇപ്പോൾ ഈ കരുവാറ്റ നമ്മളെ പഠിപ്പിക്കുന്നൊരു സംഭവം. തീർച്ചയായും അതിനെ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ഈ കൂടുതലായിട്ട് ഈ കൂടെ താമസിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു, അവരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല. അതിൽ കൂടുതൽ ഈ ഡിജിറ്റൽ ലോകത്ത് കാണുന്ന ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, മറ്റുള്ള ഈ ഇപ്പോഴുള്ള കൗമാരക്കാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, ഡിജിറ്റൽ ലോകത്തുള്ള ആളുകളോട് കൂടുതൽ ഇഷ്ടവും പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമാണ് കൂടെ താമസിക്കുന്ന ആളുകളെ കാണും. അതാണ് ആ ഒരു അപ്പൂപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് അടുത്ത ബന്ധുവാണ്. അപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രേരണയായിരിക്കുന്നത് കൂടി അതാണ്. അപ്പോൾ ഈ ലൈവിലൂടെ കാണൂ എന്ന് പറയുമ്പോൾ അത്രയും അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരു എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കൂടെ താമസിക്കുന്ന, നമ്മളെ നോക്കുന്ന ഒരാളെ എങ്ങനെ കൊല്ലുന്നത് നോക്കി നിൽക്കാനാവും അത്രയും ചെറിയൊരു കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടി ഉൾപ്പെടുന്ന സമൂഹം, അവരുടെ കുടുംബം, എല്ലാവരും ഇതിനെ ഒരു ഉത്തരവാദിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ സ്കൂളിൽ പോകുന്ന വീട്ടിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ ഇവർ ചിലവഴിക്കുന്നത് സ്കൂളിലാണ്. അപ്പോൾ ടീച്ചർമാർക്കുൾപ്പെടെ, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുൾപ്പെടെ ഈ എന്തെങ്കിലും ഒരു പെരുമാറ്റ വൈകല്യം കാണുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓരോ നല്ലതായിട്ടുള്ളതും, അപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, ഈ കൗൺസിലിംഗ് ഉൾപ്പെടെ ഈ സ്കൂൾ തലത്തിൽ മുതൽ കൊടുത്തു തുടങ്ങണം. അപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗം ഉൾപ്പെടെയുള്ള അതെങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു ഡിജിറ്റൽ മീഡിയ കൾച്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് അത് നമ്മളുടെ പാഠപുസ്തകത്തിൻ്റെ ഉൾപ്പെടെ ഉള്ള ഭാഗമാക്കി പോകണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഈ കൗമാരക്കാരൊക്കെ ഈ വഴിതെറ്റുന്നതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് അവരെ ഒന്ന് മാറ്റി നിർത്താൻ കഴിയുകയുള്ളൂ. അത് കുടുംബങ്ങൾക്കും വലിയ രീതിയിലുള്ള പങ്കുണ്ട്. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അണുകുടുംബങ്ങളാണ് പലതും. അപ്പോൾ ഇവർ ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയി, പിന്നെ കുട്ടിയാണ്. അപ്പോൾ ഇവർ ഈ കുട്ടികളെ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിൽ കുട്ടികളെ കേൾക്കണം, അവർക്ക് പറയാനുള്ളത് എന്താണ്. ഇതിപ്പോൾ ആരെങ്കിലും ഒരാളിൽ നിന്ന് എനിക്കിതുപോലൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ വഴക്ക് പറയുന്നതിന് പകരം അതെന്താണെന്ന് അവനോട് ചോദിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ അവരെന്ത് കാണുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക, എത്ര സമയം അതിൽ ചെലവഴിക്കുന്നു, അപ്പോൾ അവർ നോക്കുന്ന ആപ്പുകൾ ഏതൊക്കെയാണ്, പേജുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാരണം അവരുടെ മുന്നിലുള്ള വാതിലുകൾ അനന്തമാണ്, വിശാലമാണ്. അതിൽ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നോ അതൊക്കെ അവരെ വഴിതെറ്റിക്കാൻ, കാരണം വളരെ പ്രലോഭനമുണ്ടാക്കുന്ന ഒരു പ്രായമാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. ആരെന്ത് ചെയ്യരുതോ എന്ന് പറയുന്നോ അത് നമ്മൾ ചെയ്യും, അത്തരത്തിലുള്ളൊരു പ്രായമാണ്. അപ്പോൾ ഈ അഡ്വഞ്ചേഴ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ്. അങ്ങനെ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാമല്ലോ, അങ്ങനെ നോക്കും. പിന്നെ റിസ്ക് എടുക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളൊരു പ്രായം കൂടിയാണ് കൗമാരം. അതൊരു വല്ലാത്തൊരു പ്രായമാണ്. അപ്പോൾ അതിൽ നമ്മൾ അവരെ കൺട്രോൾ ചെയ്ത് നിർത്തി അവർക്ക് നേർവഴി കാണിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കൗമാരക്കാരൻ വഴിതെറ്റും. അതിൽ ഈ കൗമാരപ്രായം എന്ന് പറയുമ്പോഴേക്കും ഈ കൗമാരപ്രായക്കാരുടെ ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കരുവാറ്റയിലെ സംഭവം പുറത്ത് വന്നതോടുകൂടി ഇനി ഒരു വടിയെടുത്ത് അവരുടെ പുറകെ നടക്കാം, അല്ലെങ്കിൽ നീ എന്താണ് കാണുന്നത്, അവരെ ഈ വലിഞ്ഞു മുറുക്കാതെ ഈ ജെൻറൽ പാരന്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെയാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. നമ്മുടെ ഈ മാതാപിതാക്കളെ പോലെ തന്നെയാണ് അധ്യാപകർക്കും ഭയങ്കര വലിയ റോളുണ്ട്. ഈ ഇന്നലത്തേക്ക് ഒരു വാർത്തയാണ്, ആന്ധ്രാപ്രദേശിലെ ഒരു അധ്യാപിക കുട്ടിയെ അടിക്കുന്നു, കുട്ടി കുഴഞ്ഞു വീഴുന്നു, മരിക്കുന്നു. അതായത് ഈ അധ്യാപകരും അവരുടെ ഒരു രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. കാരണം പണ്ടത്തെ തലമുറയല്ല, ഇന്നത്തെ കുട്ടികൾ വളരെ അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ പ്രതികരണശേഷി ഭയങ്കര കൂടുതലുള്ള കുട്ടികളാണ്. ഒരു സംഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയുള്ള കുട്ടികളാണ്. ഇന്നും അധ്യാപകർ വടിയെടുത്ത് കുട്ടിയെ മര്യാദ പഠിപ്പിക്കാം, ഹോംവർക്ക് എഴുതിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വടിയെടുത്ത് നമുക്ക് അതിന് അടി കൊടുക്കുക, ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ഇപ്പോൾ നാണം കെടുത്തുക എന്ന് പറയുന്നത് പണ്ടൊക്കെ നമുക്ക് അങ്ങനെയല്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ്. പാരൻസിനെ പോലെ തന്നെ അധ്യാപകരും ക്ലാസ്സിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര നാണക്കേടാണ്, അല്ലെങ്കിൽ അത് ഉള്ളിൽ അവർക്കത് ഒരു പ്രതികാരം ഉണ്ടാക്കും. അപ്പോൾ ആ കുട്ടികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ കരുവാറ്റയുടെ സംഭവം പഠിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ്. മറ്റൊരു കാര്യം പറയേണ്ട ഒരു കാര്യം മായ, നമുക്കറിയാം ഈ വിവാഹം കഴിക്കേണ്ട ഒരു പ്രായമുണ്ട്. കൂടാതെ ഈ മദ്യപിക്കുക എന്ന് പറയുമ്പോഴും എല്ലാവർക്കും പോയി മദ്യം വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനും ഒരു പ്രായപരിധിയൊക്കെയും നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലഹരിയെ പോലെ
തന്നെ അപകടകരമാണ് ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം വേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇത് നിരോധിക്കുക. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കുന്നത് UAE, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെയും നിരോധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ ഇവിടെയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും അതിൻ്റെ ആവശ്യം അനിവാര്യമാണ്. കാരണം എങ്കിൽ മാത്രമേ കുട്ടികളുടെ ഈ ഒരു അമിത ഉപയോഗം നമുക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. ഈ മായ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുട്ടികൾ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ഈ അനന്തമാണ് എന്ത് കാര്യവും അറിയാൻ സാധിക്കും. ഒരു പ്രായത്തിൽ അറിയേണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ള ആ ഒരു ഫോണിൽ ഒറ്റ ടച്ചിലൂടെ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ 13 വയസ്സുകാരെ സ്പൈഡർമാൻ സിനിമ കാണുക, കൂടാതെ മറ്റ് സിനിമകളൊക്കെയും കണ്ട് അതിൽ നിന്നും ഓരോ ഐഡിയകളൊക്കെ എടുത്ത് ഈ ഒരു കൊലപാതകം നടത്തുക എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു പെൺകുട്ടിക്കും. കൂടാതെ ഈ ഒരു കരുവാറ്റയിലെ സംഭവം നമ്മൾ വാർത്ത കൊടുക്കുന്നു, ഈ ഒരു വാർത്ത മറ്റു കുട്ടികൾ കാണുന്നു, അവർക്കും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കില്ല. എപ്പോഴും അതാണല്ലോ, ഒരു കൊലപാതകമായോ തെറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുന്നു. അപ്പോൾ ഇനി വരുന്ന കുട്ടികളും ചിലപ്പോൾ കരുവാറ്റയിലെ സംഭവം എന്തുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനവും ഭയങ്കരം തന്നെയാണ്. എപ്പോഴും ചില മാധ്യമങ്ങളാകട്ടെ ഈ റൂട്ട് മാപ്പ് വരച്ച് കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കുട്ടി ഈ വീഡിയോ കോളിലൂടെ വഴി കാമുകന് കാണിച്ചു കൊടുക്കുന്നു, ആദ്യം ഓടിൻ്റെ മുകളിൽ കയറി ഇത് കല്ല് താഴേക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് ആ കുട്ടി തയ്യാറാക്കിയത് അതുപോലെ തന്നെ വരച്ച് കാണിച്ച് പറയുന്നു. ഇതും നമ്മുടെ കുട്ടികൾ കാണുമ്പോഴേക്കും ഇതവരെ സ്വാധീനിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു ക്രൈമിനെ ആഘോഷിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണാനുള്ളൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ ക്രൈമിൻ്റെ വാർത്തകളൊക്കെ വരികയാണെങ്കിൽ അത് കൂടുതലായിട്ട് അതെങ്ങനെ നടന്നു, എങ്ങനെ ആ രീതിയിലൊക്കെ കൊടുക്കുന്നതും അത് പല കുട്ടികളെയൊക്കെ സ്വാധീനിക്കുകയും ചെയ്യും. ഈ കൗമാരക്കാർ ഈ കേസിൽ പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടും നിരവധി കണക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഈ കണക്ക് പ്രകാരം പറയുന്നത് നിരവധി കുട്ടികൾ, അതായത് ഈ ഇന്ത്യയിൽ ഒട്ടാകെ ഈ കൗമാരക്കാരിൽ നടത്തിയ ഈ അവരുടെ അക്രമങ്ങളും അവർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രതിവർഷം 11% വർധനവ് ഈ ക്രൈമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ 77% പേരും ഈ 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇതിൽ കൂടുതൽ പേരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊലപാതകത്തിൽ പ്രതികളാവുന്നവർ കുറച്ച് കുറവാണ്. പക്ഷേ ഇവർക്കെതിരെ ഉണ്ടാവുന്നത് ഈ മോഷണം, പിടിച്ചുപറി, ലഹരി കേസ്, അതുപോലെ തന്നെ ഈ ശാരീരികമായ ആക്രമണങ്ങൾ. നമ്മൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായത് ഓർക്കുകയാണ്, ഈ പാലക്കാട് വടക്കഞ്ചേരിയിൽ ഈ കൗമാരക്കാർ ചേർന്ന് സഹപാഠിയെ കൊല്ലുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അത്തരത്തിൽ വളരെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കാണാറോ. അല്ലെങ്കിൽ ഈ MDMA ലഹരി കേസ് അത്തരത്തിലുള്ള ഇതാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഈ കുട്ടികളിലൊക്കെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ പൊതുവേ ഈ കൗമാരക്കാർ ചെയ്യുന്ന അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും കുറവാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ബീഹാർ ആയിക്കോട്ടെ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ ഒരു സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ കൗമാരങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ശരാശരി ഏകദേശം ഒരു 300 മുതൽ 450 വരെ കേസുകളാണ് ഈ പ്രായപൂർത്തിയാകാത്തവർ കുട്ടികൾ പ്രതികളായി വരുന്നതിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. അതായത് ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയായിട്ടാണ് കേരളത്തിലേത് ഉൾപ്പെടെ കാണുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയായിട്ട് തന്നെ നിൽക്കുകയാണ്. അതെ, ഈ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെയാണ്, അല്ലെങ്കിൽ ആ ഒരു കേസുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് മാറി ഒരു പെൺകുട്ടി തന്നെ സംരക്ഷിച്ചു പോകുന്ന അപ്പൂപ്പനെ കൊല്ലാനായി ആസൂത്രണം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് അത്ര നല്ല രീതിയിലല്ല. അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. മായ സൂചിപ്പിച്ചതുപോലെ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഈ കുട്ടികൾ ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നമ്മൾ കാണാത്ത ഒരാളെ നമ്മൾ ഈ ഫോണിലൂടെ കണ്ടുമുട്ടുന്നു, മറ്റ് നമ്മുടെ സ്വന്തം ആളുകളോട് പറയാത്ത വിഷമം അവരോട് പങ്കുവയ്ക്കുന്നു, അവർ അതിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. കൂടാതെ അവർ ഈ ലഹരി വഴിയെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിലേക്ക് അടിമപ്പെടുന്നു. കൂടാതെ പിന്നെ എല്ലാം അവരാണ്. നമ്മുടെ കുട്ടികൾ അറിയാതെ പോകുന്നൊരു കാര്യമാണ്, നമ്മൾ വലിയൊരു ചതിക്കുഴിയിലേക്കാണ് പോകുന്നത് എന്നറിയാതെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെയും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു പ്രവണതയാണ് ഇന്നത്തെ കുട്ടികൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുട്ടികളോട് കുറയ്ക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. പക്ഷേ നിയമം വഴി ഇതിനെ എന്തായാലും കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കുട്ടികൾ ഈ ഫോണിലൂടെയാണ് അറിയുന്നത്, തങ്ങൾ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ കൊല്ലാൻ പോകുന്നില്ലല്ലോ. ഈ നമ്മുടെ നിയമം അങ്ങനെയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുക, അല്ലെങ്കിൽ അവിടെ
പഠിപ്പിക്കും, ആഹാരം കിട്ടും. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തന്നെ ഈ 16 വയസ്സുള്ളവരെ മുതിർന്നവരായി കണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു ആക്ട് കൂടി ഇതിനകത്തുണ്ട്. അതെ, പക്ഷെ 18 വയസ്സിന് ശേഷമാണ് ഇതിനെ മുതിർന്നവരായി കണക്ക് കൂട്ടി അവരെ ജയിലിൽ അടയ്ക്കുന്നത്. മറ്റേത് ഈ ഒബ്സർവേഷൻ ഹോമിലാണെങ്കിൽ 18 വയസ്സിന് ശേഷം അവർ ഈ സാധാരണ ഈ തടവുകാർ പാർപ്പിക്കുന്ന സെല്ലിലേക്ക് അവരെ മാറ്റും. പക്ഷെ അവിടെയും ഈ ഒരു കുറ്റകൃത്യം അവരെ വധശിക്ഷയ്ക്കൊന്നും വിധിക്കില്ലല്ലോ എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ പുറത്ത് വരുമല്ലോ, പിന്നെ നമ്മൾ തന്നെ ഈ വാർത്തകളൊക്കെ കൊടുത്തും കുട്ടികൾക്ക് നന്നായി അറിയാം എന്തായാലും കൊല്ലാൻ പോകുന്നില്ല, ജയിലിൽ പോയി കഴിഞ്ഞാൽ നല്ല ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഈ ജുവനൈൽ ഈ ഓരോ സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഒബ്സർവേഷൻ ഹോമിൽ കൊണ്ടുപോയി ഇടുന്നു, നമ്മളെ അവർ ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കാനുള്ള വഴികളൊക്കെ ഒരുക്കി തരുന്നു. പക്ഷേ നമ്മുടെ നിയമം കുറച്ചും കൂടി കർശനമാക്കണം. കാരണം ഇനി വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇനിയുള്ള തലമുറ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശിക്ഷ കർശനമാക്കണം. ശിക്ഷ കർശനമാക്കിയാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനാവുകയുള്ളൂ. അതെ, അത് തന്നെയാണ്. കരുവാറ്റയിലെ സംഭവം കേവലം ഒരു കുടുംബത്തിൻ്റെ വീഴ്ചയല്ല, മറിച്ച് ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ധാർമ്മിക തകർച്ചയുടെ കൂടി ഓർമ്മപ്പെടുത്തലാണ്. സാങ്കേതിക സ്വാതന്ത്ര്യത്തിനൊപ്പം സ്നേഹവും മാനുഷിക പരിഗണനയും കുട്ടികൾക്ക് പകർന്നു നൽകാൻ രക്ഷിതാക്കളും സമൂഹവും ജാഗ്രത കാട്ടിയേ മതിയാകൂ.